നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൻ്റെ കുറച്ച് പോർഷൻസാണ് നോക്കുന്നത്. അപ്പോൾ HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതിലെ സെയിം സെൻറ്റൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം അതുപോലെ തന്നെ പല എക്സാംസിനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി ബില്ലാണ്. ഇപ്പോൾ ഡോക്യുമെൻ്ററി ബില്ലിലാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് സപ്പോർട്ടഡ് ബൈ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് that confirm the genuineness of sale or transaction that took place between the seller and buyer. അപ്പോൾ ഡോക്യുമെൻ്ററി ബില്ലിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സുമായിട്ട് സപ്പോർട്ടഡ് ആണ്. അതായത് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് കൺഫേം ദ ജെനുവിൻനെസ് ഓഫ് സെയിൽ ഓർ ട്രാൻസാക്ഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. അപ്പോൾ സെല്ലറും ബയറും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ സെയിലിൻ്റെയൊക്കെ ജെനുവിൻനെസ് കൺഫേം ചെയ്യുന്ന റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് വഴി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബില്ലാണ് ഡോക്യുമെൻ്ററി ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത് ഡോക്യുമെൻ്ററി ബില്ലെന്നാന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ സെൻറ്റൻസ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാന്ന് എഴുതാൻ പറ്റണം. അടുത്തത് ഡിമാൻഡ് ബിൽ. ദിസ് ബിൽ ഈസ് പേയബിൾ വെൻ ഇറ്റ് ഡിമാൻഡഡ്. ദ ബിൽ ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. Therefore, the bill has to be cleared whenever presented. ഇപ്പോൾ ഡിമാൻഡ് ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. എപ്പോഴാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഡിമാൻഡ് ബില്ലിന് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെൻ ഡിമാൻഡഡ് ബിൽ ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. ഇപ്പോൾ ഡിമാൻഡ് ബില്ലിനൊരു ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇല്ല. ബില്ല് എപ്പോഴാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അടുത്തത് യൂസൻസ് ബില്ല്. യൂസൻസ് ബില്ലെന്ന് പറയുന്നത് ഒരു ടൈം ബൗണ്ട് ബില്ലാണ്. വിച്ച് മീൻസ് ദ പേയ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ് വിത്തിൻ ദ ഗിവൺ ടൈം പീരീഡ് ആൻഡ് ടൈം. ഇപ്പോൾ യൂസൻസ് ബില്ലൊരു ടൈം ബൗണ്ട് ബില്ലാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വിത്തിൻ ദ ഗിവൺ ടൈം പീരീഡിനും ടൈമിനും ഉള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം. അടുത്തത് ഇൻലാൻഡ് ബിൽ. Inland bill is payable only in one country and not in any other foreign country. This bill is opposite to foreign bill. ഇപ്പം ഇൻലാൻഡ് ബില്ല് എന്ന് പറയുന്നത് ഒരു കൺട്രിയിലാണ് പേയബിൾ ആയിട്ടുള്ളത്, വേറെ ഫോറിൻ കൺട്രീസിലൊന്നും പേയബിൾ അല്ല. അപ്പം ഇൻലാൻഡ് ബില്ല് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ഫോറിൻ ബില്ലാണ്. അടുത്ത ടൈപ്പ് ബില്ല് ക്ലീൻ ബില്ല്. ദിസ് ബിൽ ഡസ് നോട്ട് ഹാവ് എനി പ്രൂഫ് ഓഫ് എ ഡോക്യുമെൻറ്റ്. സോ ദ ഇൻട്രസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ ദ അതർ ബിൽസ്. അപ്പം ക്ലീൻ ബില്ലിൽ എന്ന് പറയുന്നത് ക്ലീൻ ബില്ലിൽ ഡോക്യുമെൻസിൻ്റെ പ്രൂഫ് ഒന്നുമില്ല, അതുകൊണ്ട് ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി മറ്റ് ബിൽസിനേക്കാളിലും കൂടുതലായിരിക്കും. അടുത്തത് ഫോറിൻ ബിൽ. എ ബിൽ ദാറ്റ് ക്യാൻ ബി പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ടേംഡ് ആസ് എ ഫോറിൻ ബിൽ. ടു എക്സാമ്പിൾസ് ഓഫ് ഫോറിൻ ബിൽ ആർ എക്സ്പോർട്ട് ബിൽ ആൻഡ് ഇമ്പോർട്ട് ബിൽ. ഇപ്പം ബില്ല് ഇന്ത്യക്ക് പുറത്ത് പേ ചെയ്യാൻ പറ്റുന്ന ബില്ലാണ് ഫോറിൻ ബില്ല്. ഫോറിൻ ബില്ലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ബില്ലും ഇമ്പോർട്ട് ബില്ലും. അടുത്തത് അക്കമഡേഷൻ ബിൽ. എ ബിൽ ദാറ്റ് ഈസ് സ്പോൺസേർഡ്, ഡ്രോൺ, അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി കണ്ടീഷൻ ഈസ് നോൺ ആസ് അക്കമഡേഷൻ ബില്ല്. അപ്പം അക്കമഡേഷൻ ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ബില്ല് സ്പോൺസർഡ്, ഡ്രോണ് ആൻഡ് അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി കണ്ടീഷൻസ്. അപ്പോൾ കണ്ടീഷൻസ് ഒന്നും ബേസ് ഇല്ലാതെ ഒരു ബില്ല് സ്പോൺസേർഡ്, ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതാണ് അക്കമഡേഷൻ ബില്ല്. അടുത്തത് ട്രേഡ് ബില്ല്. ദിസ് കൈൻഡ് ഓഫ് ബിൽ ഈസ് സ്പെഷ്യലി റിലേറ്റഡ് ഓൺലി ടു ട്രേഡ്. അപ്പോൾ ട്രേഡുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ബില്ലാണ് ട്രേഡ് ബില്ല്. അടുത്തത് സപ്ലൈ ബില്ല്. ദ ബിൽ ദാറ്റ് ഈസ് വിത്ഡ്രോൺ ബൈ ദ സപ്ലയർ ഓർ കോൺട്രാക്ടർ ഫ്രം ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നോൺ ആസ് സപ്ലൈ ബില്ല്. ഇപ്പോൾ സപ്ലൈ ബില്ലെന്ന് പറയുന്നത് സപ്ലയറോ കോൺട്രാക്ടറോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്ന ബില്ലിന് പറയുന്നതാണ് സപ്ലൈ ബില്ല്. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ളത് ആദ്യത്തേത് ഡോക്യുമെൻ്ററി ബില്ലാണ്. അപ്പോൾ ഡോക്യുമെൻ്ററി ബില്ലാണെങ്കിൽ ബില്ല് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് വഴി സപ്പോർട്ടഡ് ആയിരിക്കും. ഇപ്പോൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടഡ് എന്ന് പറയുമ്പം അത് ബയറും സെല്ലറും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ സെയിലിൻ്റെയൊക്കെ ജെനുവിനൻസ് കൺഫേം ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതുവഴി സപ്പോർട്ടഡ് ആയിട്ടുള്ള
ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളാണ് ഡോക്യുമെൻ്ററി ബില്ല്. അടുത്തത് ഡിമാൻഡ് ബില്ലാണ്. ഡിമാൻഡ് ബില്ല് എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യുമ്പോൾ പേയബിൾ ആയിട്ടുള്ള ബില്ലിന് പറയുന്നതാണ് ഡിമാൻഡ് ബില്ല്. അതിനൊരു ഫിക്സഡ് ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ഒന്നുമില്ല, എപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നോ അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അടുത്തത് യൂസൻസ് ബില്ല്. യൂസൻസ് ബില്ല് എന്ന് പറയുന്നത് ഒരു ടൈം ബൗണ്ട് ബില്ലാണ്. എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് നടത്തേണ്ടത് വിത്തിൻ ദ ഗിവൺ ടൈം പീരീഡ് ആൻഡ് ടൈം. അടുത്തത് ഇൻലാൻഡ് ബില്ല്. ഇൻലാൻഡ് ബില്ല് ഒരു കൺട്രിയിൽ മാത്രമാണ് പേയബിൾ ആയിട്ടുള്ളത്, മറ്റ് വേറെ ഫോറിൻ കൺട്രീസിലൊന്നും അത് പേ ചെയ്യാൻ പറ്റത്തില്ല. ഫോറിൻ ബില്ലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻലാൻഡ് ബില്ല്. ഇപ്പോൾ ക്ലീൻ ബില്ല് എന്ന് പറയുന്നതിന് ഒരു പ്രൂഫ്, ഡോക്യുമെൻസിൻ്റെ പ്രൂഫ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റു ബില്ലുകളെക്കാളും ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും ക്ലീൻ ബില്ലിന്. അടുത്തത് ഫോറിൻ ബില്ല്. ഫോറിൻ ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഔട്ട്സൈഡിൽ പേ ചെയ്യാവുന്ന ബില്ലാണ് ഫോറിൻ ബില്ല്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ബില്ലും ഇമ്പോർട്ട് ബില്ലും. അടുത്തത് അക്കമഡേഷൻ ബില്ല്. ഇപ്പോൾ ബില്ല് ഒരു സ്പോൺസേർഡ്, ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ സ്പോൺസറും ഡ്രോൺ ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പറയുന്നതാണ് അക്കമഡേഷൻ ബില്ല്. അടുത്തത് ട്രേഡ് ബില്ല് സ്പെഷ്യലി ട്രേഡുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ബില്ലാണ്. അടുത്തത് സപ്ലൈ ബില്ല്. അതെന്ന് പറയുന്നത് ഒരു ബില്ല് വിത്ഡ്രോൺ ബൈ സപ്ലയർ ഓർ കോൺട്രാക്ടർ ഫ്രം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നോൺ എ സപ്ലൈ ബിൽ. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ബില്ല് വിത്ഡ്രോൺ ബൈ സപ്ലയറോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്ന ബില്ലുകൾക്ക് പറയുന്നതാണ് സപ്ലൈ ബില്ല്. അപ്പം വീഡിയോസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അപ്പോൾ പോയിൻറ്റ്സ് അറിയത്തില്ലാത്തൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.